പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരാണ്. സോ ഈ ഗൂഗിൾ പേയിൽ നമ്മളൊരു ഫ്രണ്ട് നമുക്ക് QR കോഡ് ഷെയർ ചെയ്ത് തരുമ്പോൾ ആ ഒരു QR കോഡ് എങ്ങനെയാണ് സ്കാൻ ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും പല ആളുകൾക്ക് അറിയാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. സോ ഒരു ആൾ നമ്മൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ നമുക്ക് മറ്റുള്ള രോഗങ്ങളൊക്കെ നമുക്ക് QR കോഡൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും ഒരുപാട് വീഡിയോകളായിട്ടൊക്കെ. അതൊക്കെ എങ്ങനെയാണ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതായത് ഈ റീൽസിൽ കാണുന്ന QR കോഡാണെങ്കിൽ അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അല്ലാതെ മറ്റേ QR കോഡാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല, ഓൾറെഡി ഗാലറിയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടാവും വാട്സപ്പിൽ വരുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുന്നവരെ ലോഡായി നേരം വെയിറ്റ് ചെയ്യുക. സോ അതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു QR കോഡ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. നിങ്ങളും ഇതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ടാകും. അതായത് അപ്പോൾ ഈ QR കോഡ് ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ മുകളിലുള്ള പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഫൈലിൻ്റെ ഇടയിലായിട്ട് ചെറിയൊരു QR കോഡ് ചിത്രം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലായിട്ട് ഡൗൺലോഡ് ചിത്രം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ QR കോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് നമുക്ക് QR കോഡ് സ്കാനർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഗാലറിയിലെ QR കോഡിലോട്ട് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ QR കോഡ് സ്കാനർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ ക്യാമറ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാമറ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഫ്രം ഗാലറി എന്ന് കാണാൻ പറ്റും. അതായത് അപ്ലോഡ് ഫ്രം ഗാലറി. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള QR കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ആ QR കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സ്കാൻ ആയിട്ട് ഇവിടെ പൈസ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഗാലറിയിലുള്ള QR കോഡ് ഇതുപോലെ നിങ്ങൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറയുക. ഇത് അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.